എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി വാർത്തയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോച്ചയ്ക്ക് കിട്ടിയ 8ൻ്റെ പണിയെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാലോ, നമ്മളൊക്കെ കേട്ടതും കണ്ടതും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബോച്ച ജയിലിലൊക്കെ കിടന്നു, ഇറങ്ങി വന്നു. അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹണി റോസിന് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരത്തിക്ക് ഷാർജയിലൊരു സ്വീകരണം ഉണ്ടായിരുന്നു. അവിടെ ഒരു ഉദ്ഘാടനത്തിന് പോയതായിരുന്നു പുള്ളിക്കാരത്തി. അവിടെ വെച്ച് എല്ലാവരും കൂടി നല്ല വൃത്തിയായിട്ട് പുള്ളിക്കാരത്തി അറഞ്ചം പുറഞ്ചം തേച്ച് ഒട്ടിച്ചങ്ങ് വിട്ടതാണ് നമ്മൾ കണ്ടത്. പുള്ളിക്കാരത്തിയുടെ എല്ലാത്തിനേക്കാളും കൂടുതൽ പറയാനാണെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ക്രോപ്പ് ടോപ്പിൻ്റെ ഇവിടുത്തെ ഗൗണിൻ്റെ വള്ളിയും പൊട്ടിപ്പോയി. വള്ളിയെന്ന് വെച്ചാൽ വള്ളിയെന്ന് വെച്ചാൽ ബെൽറ്റ് അത് പൊട്ടിപ്പോയി. ഇവിടെ നിന്ന് ആകെ 2 വള്ളികൾ മാത്രമായിരുന്നു. പുള്ളിക്കാരത്തിയുടെ ഉടുപ്പിന് കയ്യും കാലും ഒന്നും ഇല്ലാത്ത ഉടുപ്പായിരുന്നു. 2 വള്ളിയിലായിരുന്നു ആ ഉടുപ്പ് ഇങ്ങനെ നിലനിന്നിരുന്നത്. അപ്പോൾ അതിലുള്ള ഒരു വള്ളിയും പൊട്ടിപ്പോയി. അങ്ങനെ പുള്ളിക്കാരത്തി ആകെ ഒറ്റ വള്ളി കൊണ്ട് കഷ്ടപ്പെടുന്നതും ആ ഒരു വള്ളിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് കിടന്ന് പൊളയുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം പുള്ളിക്കാരത്തിയെ ഇൻസൾട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ബോച്ചയുടെ ആരാധകർ ഒരേ വായ്ത്താരിയോടുകൂടി ഒരേ ശബ്ദത്തിൽ ബോച്ചയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും തീർന്നില്ല. ഇപ്പോൾ അടിപൊളി ഒരു വാർത്തയാണ് ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ബോച്ചയുടെ പുതിയ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോവുകയാണ്. അത് എനിക്ക് തോന്നുന്നു കോഴിക്കോടാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല, ക്ഷമിക്കണം. അപ്പോൾ എന്തായാലും ബോച്ചയുടെ പുതിയൊരു കടയുടെ ഉദ്ഘാടനം തുടങ്ങുകയാണ്. അത് എന്താണെന്ന് വെച്ചാൽ അത് ഈ മാസം 14-ാം തീയതിയോ മറ്റോ ആണ്. അതിന് നമ്മുടെ ബോച്ച കണ്ടെത്തിയിരിക്കുന്നത് ആരെയാണെന്ന് അറിയണ്ടേ? നമ്മുടെ കുംഭമേളയിൽ പങ്കെടുത്ത മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു സുന്ദരി ഉണ്ടല്ലോ, വെള്ളാരം കണ്ണുകളൊക്കെയുള്ള ആ അതിസുന്ദരിയായ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു കുട്ടിയെയാണ് നമ്മുടെ ബോച്ചയുടെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചിരിക്കുന്നത്. പുള്ളിക്കാരത്തി വരാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമെന്ന് വെച്ചാൽ 8 ലക്ഷം രൂപയായിരുന്നു അത്രേ ബോച്ച ഹണി റോസിന് വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് ചിലവാക്കിയത്. അതിൻ്റെ 4/1 മാത്രമേ ഈ ഒരു പെൺകുട്ടിക്ക് കൊടുക്കുന്നുള്ളൂ എന്നാണ് കേട്ടത്. അതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഹണി റോസിന് കൊടുക്കുന്നതിൻ്റെ പകുതി പോലും കൊടുക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും അല്ലല്ലോ പൈസയുടെയൊക്കെ കാര്യത്തിൽ. ജോലിക്കൊക്കെ ഇപ്പം നമ്മൾ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം കൂലിയായിട്ട് 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ 250, 300, 400 രൂപയൊക്കെ കൊടുത്താലും മതിയാവും. ആ ഒരു രീതിയിലാണ് അവിടുത്തെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിപ്പോൾ എന്തെങ്കിലും ഒക്കെ ആവട്ടെ, അങ്ങനെ നമ്മുടെ കൊച്ചു മൊണാലിസയാണ് നമ്മുടെ ബോച്ചയുടെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ബോച്ച എന്ന് പറയുന്ന ആളിനെ നമുക്ക് നന്നായിട്ടറിയാം. പുള്ളിക്കാരൻ നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഇത് പുള്ളിക്കാരൻ്റെ നല്ലൊരു ബിസിനസ് തന്ത്രവും കൂടിയാണ്. മറ്റ് സിനിമാ നടിമാരെയോ മറ്റാരെങ്കിലും ആണ് വിളിക്കുന്നതെങ്കിൽ നല്ലൊരു തുക കൊടുക്കേണ്ടി വരുന്ന ബോച്ചയ്ക്ക് വളരെ നന്നായിട്ട്, ആരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഇപ്പോൾ പോയതാണ് ഈ ഒരു രീതിയിൽ. അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവാം, മൊണാലിസ ഇപ്പോൾ കേരളത്തിലെന്നല്ല എല്ലായിടത്തും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ് മൊണാലിസയെ. അപ്പോൾ വൈറലാണ് പുള്ളിക്കാരത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൊണാലിസയെ തന്നെയാണ് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ ഹണി റോസിനെ കാണാൻ വരുന്നതിനേക്കാളും ഇരട്ടിക്കിരട്ടി ആളുകൾ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തീർച്ചയാണ്. പൈസയും കുറഞ്ഞിരിക്കും, ഗുണം മെച്ചവും, അല്ലേ? അതാണ് കറക്റ്റ്. പൈസ കുറച്ച് കൊടുത്താൽ മതി, എന്നാൽ അതിലേറെ കിട്ടുന്ന ഗുണമെന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ആദ്യമായിട്ട് നമ്മുടെ മൊണാലിസയെ മോഡലാക്കുന്നത് നമ്മുടെ ബോച്ചയാണെന്ന് തന്നെ പറയാം. ബോച്ചയുടെ പല പ്രവൃത്തികളും പലർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു അതിവിശാലമായ നല്ലൊരു മനസ്സിനുടമയും കൂടിയാണ് അദ്ദേഹം. ഒരുപാട് ചാരിറ്റികളൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എന്നാൽ ഇതിൻ്റെ ഇടയിൽ തന്നെ പലരും പറയുന്നുണ്ട് ചാരിറ്റിയുടെ മറവിൽ ബോച്ച തട്ടിപ്പുകളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും എത്രത്തോളം ശരി ഉണ്ട് എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ചിട്ടൊന്നും പറയാൻ അറിയില്ല. പക്ഷേ എന്നാൽ പോലും നല്ല വൃത്തിക്ക് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് ബോച്ച എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ബോച്ചയ്ക്ക് വേണ്ടിയിട്ട് അന്ന് ബോച്ച ജയിലിലായ സമയത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്.
ആണുങ്ങളും പെണ്ണുങ്ങളും എന്നുള്ള ഒരു ഭേദമില്ലാതെയാണല്ലോ, ഭാവഭേദമില്ലാതെയാണ് എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്, അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞു മൊണാലിസ നമ്മുടെ ബോച്ചയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്ന ദിവസവും നോക്കിയിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ ഇതേക്കുറിച്ചിട്ട് നമ്മുടെ മൊണാലിസ ഒരു ചെറിയ റീൽസൊക്കെ ഇട്ടിട്ടുണ്ട്. മൊണാലിസയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ബോച്ചയുടെ ഉദ്ഘാടനത്തിന് വരുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉദ്ഘാടനത്തിനെ പറ്റി പറയുന്ന ആ ഒരു ഇതിൽ നമ്മുടെ മൊണാലിസ അതിസുന്ദരിയായിട്ട് ആണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ ആ കുട്ടി വളരെ സുന്ദരിയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതിനുള്ളിലുള്ള ഒരു രസമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ ബോച്ച ഇനി അഥവാ ബോച്ച ചുട്ടയിലെ ശീലം ചുടല വരെയാണ് എന്നല്ലേ കേട്ടിരിക്കുന്നത്. അഥവാ ബോച്ച പഠിച്ച് ശീലിച്ച് വെച്ചതുപോലെ തന്നെ അറിയാണ്ട് എങ്ങാനും ഒരു ഡബിൾ മീനിങ് അങ്ങനെ വായിന്ന് പുറത്തായാലും പുള്ളിക്കാരത്തിക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയും ബോച്ചയ്ക്ക് സ്ഥിതിയൊക്കെ അനുകൂലമാണ്. എന്തായാലും ബോച്ചയുടെ വായിന്ന് അബദ്ധത്തിലെങ്കിലും ഒരു ഡബിൾ മീനിങ് പുറത്തു വന്നാലും നമ്മുടെ മൊണാലിസയ്ക്ക് ഒന്നും മനസ്സിലാവാനൊന്നും പോണില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ബോച്ചയ്ക്ക് ശത്രുക്കളുണ്ട് ചുറ്റും. അപ്പോൾ ഇത്തരത്തിലൊരു വാക്ക് ബോച്ചയുടെ വായിന്ന് വീഴാതിരിക്കാൻ ബോച്ച ശ്രദ്ധിക്കുക. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ബോച്ചയ്ക്കെതിരെ തെളിവായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്, ചുറ്റും ആളുകളുണ്ട് എന്ന് നമ്മുടെ ബോച്ച ഒന്ന് ഓർത്തു വയ്ക്കുന്നതും വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നുക. പിന്നെയെന്ന് വെച്ചാൽ ഇതിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്, സുന്ദരിമാരായ നല്ല നല്ല പാവപ്പെട്ട പെൺകുട്ടികളുണ്ട്. ഇത് കേവലം ഒരു മൊണാലിസയിൽ ഒതുങ്ങിപ്പോകരുത്. ഇതുപോലെ തന്നെ നല്ല നല്ല പെൺകുട്ടികളുള്ള ആ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇതുപോലെ മോഡൽ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു കുട്ടികൾക്ക് പിന്നീട് അവരുടെ ലൈഫിൽ, താല്പര്യമുള്ള കുട്ടികളുടെ കാര്യം കേട്ടോ, അവരുടെ ലൈഫിൽ അതൊരു അച്ചീവ്മെൻ്റ് ആവും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അവർക്ക് മുന്നോട്ട് പോകാനുള്ളൊരു വഴി തുറന്നു കിട്ടും. പിന്നെ അത് മാത്രമല്ല, താങ്കൾക്കും സാമ്പത്തികമായിട്ട് വളരെ ലാഭമായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കട്ട വെയിറ്റിങ്ങിൽ നിൽക്കാം. മൊണാലിസ എപ്പോഴാണ് വരുന്നത്, മൊണാലിസയെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും എനിക്കൊന്നും പോയി കാണാനൊന്നും പറ്റില്ല, അത് വേറൊരു സത്യം. ഞാൻ എവിടെയൊന്നും പറഞ്ഞിട്ടാണ് പോവുക മൊണാലിസയെ കാണാനായിട്ട്. ഞാൻ ഈ തിരുവനന്തപുരം സിറ്റിയിൽ പോലും ഒറ്റയ്ക്ക് പോകുന്ന ആളല്ല. അപ്പോൾ മൊണാലിസയെ കാണാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അതൊരു വളരെ നല്ല കാര്യമായിരിക്കും. പിന്നീട് പറയത്തക്ക മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഇതേക്കുറിച്ചിട്ടുള്ള മൊണാലിസ വരുന്നതിൻ്റെ ആ ഒരു വീഡിയോകളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്താൻ സാധിക്കും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇത് എന്തായാലും ഹണി റോസിന് 2025 കിട്ടിയ ഏറ്റവും വലിയ അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. അതുമാത്രം പോരാ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീഡിയോകളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തേക്കൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.